പർപ്പിളിൽ സാധനം മേടിക്കാറുണ്ടോ? ഐ ഹേർഡ് ലവ് ബ്യൂട്ടി കേൾക്കുമ്പോൾ നിങ്ങൾ ഓടിച്ച് സാധനം മേടിക്കാൻ നോക്കണം. അങ്ങനെയുള്ളവർക്കൊരു വീഡിയോ ആണത്. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ട്രൈ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഐ ഹേർഡ് ലവ് ബ്യൂട്ടി സെക്ഷൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പ്രൈസ് കുറവാണ്. ഞാൻ ആ സാധനം സെയിം സാധനം തന്നെ ആമസോണിൽ ഇട്ട് പ്രൈസ് നോക്കിയപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവരെന്താണ് ഈ ഭയങ്കര സെയിലെന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പൊട്ടന്മാരൊക്കെയാണോ? അപ്പോൾ ഞാൻ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇവരുടെ ബ്ലഷ് ഉണ്ട്. അപ്പോൾ ഞാൻ ബ്ലഷ് മേടിക്കാൻ വേണ്ടി ഞാൻ കാർട്ടിലിട്ടിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ 89 ആണ് ഇതിൽ കാണിക്കുന്നത്. ഓഫറിലിട്ടൊക്കെയാണ് 89. ഓക്കെ, ഞാൻ സെയിം സാധനം തന്നെ ആമസോണിൽ നോക്കി. ആമസോൺ ബസാർ എന്നുണ്ടല്ലോ, ആമസോൺ ഫ്രഷ്, ആമസോൺ ബസാർ. അതിൽ ബസാറിൽ നോക്കിയപ്പം 76, ഷെയ്ഡ് മാറുമ്പോൾ 81 വരെ. അപ്പോൾ എത്ര ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഓഫർ എന്നൊക്കെ വലിയ ഓഫർ കാണില്ല. സെയിം അതേപോലെ തന്നെ ഞാൻ വേറെ നോക്കിയത്. ഓക്കെ, ഞാനപ്പം ഇത് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നോക്കിയാണ് കേട്ടോ. കൺസീലർ ഈ സാൻഡ് സ്റ്റോൺസ് പറഞ്ഞിട്ട് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് സെയിം സാധനം ഞാൻ എന്താ ആമസോണിൽ കാണിച്ചു തരാം. കണ്ടില്ലേ പ്രൈസ് വ്യത്യാസം? അപ്പോൾ ഇത് അങ്ങനെ കാര്യമായിട്ടല്ല, ഇത് അറിയാത്തവരുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം മേടിക്കുമ്പോൾ ഇതിലും കൂടി സെർച്ച് ചെയ്ത് നോക്കണം. നമ്മൾ ഇത്ര വലിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിലാണ് ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആമസോണൊക്കെ വിശ്വസിക്കാം. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒറിജിനൽ പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി. അപ്പം അതിലും കൂടി നോക്കണം നല്ലതായിരിക്കും. നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് മേടിക്കല്ലേ. അപ്പം ഈ സാധനത്തിന് വേറെ എവിടെയെങ്കിലും കൂടി റേറ്റ് കുറവുണ്ടോ എന്ന് നോക്കുന്നത് കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ബട്ടൺ ചെയ്ത് കേട്ടോ.